നമുക്ക് നേരെ ശബരിമലയിലേക്ക് ഒന്ന് പോകാം. സ്വാമി ശരണം. ഇന്ന് വൃശ്ചികം 2 വലിയ ഭക്തജന തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ തന്നെ 1.5 ലക്ഷത്തിലധികം പേർ ഇന്നലെയോടുകൂടി ഇതിനോടകം ദർശനം നടത്തിയിട്ടുണ്ട്. പുല്ലുമേട് കരിമല കാനന പാതകളിലൂടെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് കടത്തിവിടുക. 18,000 പോലീസുകാരാണ് സുരക്ഷയൊരുക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്തുണ്ട്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ. സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്കുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ സമാധാനത്തോടു കൂടി പോകുന്നു. സമാധാനത്തോടു കൂടി തൃപ്തികരമായ ദർശനമൊക്കെ ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺ. സ്വാമി ശരണം. ശബരിമലയിൽ ഇന്ന് പുലർച്ചെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് ഇന്ന് ക്ഷേത്രനട തുറന്നു. നട തുറന്നതിന് ശേഷം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ ഇപ്പോൾ ക്യൂ കാണാൻ സാധിക്കും. ശ്രീകോവിലിന് സമീപം വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വലിയ നടപ്പന്തലിലും സമാന രീതിയിലുള്ള തിരക്ക് തന്നെയാണുള്ളത്. ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 10 മണി വരെ ഇന്നലെ 85,000-ഓളം പേർ ദർശനം നടത്തിയതായാണ് ദേവസ്വം ബോർഡിന്റെ കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇന്നലത്തെ അവസാന കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. 20,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 70,000 പേർ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും 20,000 പേർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1 ലക്ഷത്തിനടുത്ത് പേർ ഈ സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും സമാന രീതിയിൽ തന്നെ അത്രയും തിരക്ക് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് തക്ക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് ശ്രീകോവിലിന് സമീപമുള്ള തിരക്കാണ്. എത്ര സമയമെടുത്തു പമ്പയിൽ നിന്നും മുകളിലേക്ക് എത്താൻ, സന്നിധാനത്തേക്ക് എത്താൻ? சொல்லுங்க சார். முதல்ல தண்ணி கொடுக்க சொல்லுங்க. வந்திருக்கிற இது கோயிலுக்கு வந்தவங்களுக்கு குழந்தைங்க எல்லாம் கூட்டு வந்திருக்கோம். தண்ணி கிடையாது சார், ஒரு பாட்டில் கிடையாது இந்த சன்னிதானத்துல. சொல்லுங்க, எத்தனை வருஷமா we are waiting for from yesterday 11 o'clock onwards. No proper maintenance sir, nothing. The management is absolutely failure here. Management சரியில்ல. நேத்து yesterday 13 hours is waiting for no arrangements. வயசானவங்களாம் வழி அனுப்பலாம்ல, அப்படியே தண்ணியே இல்லை. நாங்கள் எவ்வளோ அவசரப்பட்டங்க. அப்படி toilet facility is not there, water facility is not there, toilet facility is not there. Children are so suffering for Sabrimala darshan sir. Yeah. അതുകൊണ്ട് ഇപ്പോൾ ചില ഭക്തരൊക്കെ അവർ പരാതി പറയുന്നത് അവർക്ക് വെള്ളം ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ 1-2 പേരൊക്കെ ഇവിടെ വെള്ളം സെർവ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വലിയ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വെള്ളം ഈ തീർത്ഥാടകർക്ക് കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ തീർത്ഥാടകർ പറയുന്നത്. സമയം എടുക്കുന്നുണ്ട് സ്വാഭാവികമായി. വലിയ നടപ്പന്തലിലൊക്കെ ഒരുപാട് പേര് മണിക്കൂറുകൾ, ഇപ്പോൾ 18-12 മണിക്കൂറും ഒക്കെ ക്യൂ നിൽക്കുന്നവരുണ്ടാവാം. 38 മണിക്കൂർ പമ്പയിലടക്കമായിരിക്കും അവർ പറയുക. ഇവർക്ക് പല പല സ്ഥലങ്ങളിലും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വോളണ്ടിയർമാരൊക്കെ വേണ്ടതല്ലേ? ഈ നടപ്പന്തലിൽ കുറച്ചുകൂടി ഈ വെള്ള വിതരണം കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ടോ? നടപ്പന്തലിലും ഈ കയറി വരുന്ന വഴിക്കുമെല്ലാം കുറച്ച് ആൾക്ഷാമമുണ്ടോ വെള്ളം കുടിക്കുന്നതിൽ? അരുൺ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഇപ്പോൾ വൃശ്ചികം 1, ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം, അതായത് മണ്ഡല തീർത്ഥാടന കാലം തുടങ്ങിയതേ ഉള്ളൂ. ആ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഇപ്പോൾ നാം കേട്ടതാണ്, അവരുടെ പ്രതികരണം കേട്ടതാണ്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ 2 പേർ ഇവിടെ വെള്ളം കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഭക്തന്മാരാണ്. അവർക്ക് കൃത്യമായിട്ട് നല്ല തിളപ്പിച്ച ചുക്കുവെള്ളം തന്നെ കൊടുക്കണം. നല്ല തണുപ്പുള്ള സമയം കൂടിയാണ്. കൊച്ചുങ്ങളടക്കമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന വെള്ളം നമ്മളവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ ഈ അയ്യപ്പ സേവാ സംഘമൊക്കെ വരുന്ന വഴിക്കെല്ലാം ഈ ചുക്ക് കാപ്പിയാണെങ്കിലും ഈ ചൂടുവെള്ളമാണെങ്കിലും ഒക്കെ തരുമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്കെല്ലാം അത് കുറച്ചുകൂടി ഉറപ്പാക്കുക. ചെറിയൊരു പരാതി വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ജയകുമാർ സാറിനോട് നമുക്ക് പറയാനുള്ളത്, അവിടെ ഈ ശുദ്ധജല വിതരണം കുറച്ചുകൂടി ഒന്ന് ഊർജ്ജസ്വലമാക്കണം എന്നുള്ളൊരു പരാതിയും പരിഭവവും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളടക്കം വരുന്നു, മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൈക്ക് വെച്ചപ്പോഴാണ് പ്രതികരണം വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നടപ്പന്തലിലടക്കം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം.